കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിപ്പൂ. ദൈവമക്കളെ, വചനത്തിൽ കാണുന്ന ഒരു ആത്മീയ രീതിയാണ് തളർന്നുപോയ മനുഷ്യർ ബലപ്പെട്ടത് ഇന്നലകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. ജനം തളരുമ്പോൾ അവർ പറയുന്ന കഥ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളാണ്. നമ്മളും പലപ്പോഴും കഥകൾ പറയാറില്ലേ? കഴിഞ്ഞ തലമുറയുടെ സഹനങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ പ്രാർത്ഥനകൾ ഇന്ന് അനുഗ്രഹമായെന്ന്. ദൈവമക്കളെ, ജീവിതത്തിൽ ബലം കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല രീതി ദൈവം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ, അല്ലെ കഴിഞ്ഞ തലമുറയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള അനന്തര തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. തിരുവചനം ഇന്ന് കാണുക, യഹൂദ ജനം വല്ലാതെ വേട്ടയാടപ്പെടുന്ന ജനമാണ്. ഇന്നും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വേട്ടയാടപ്പെടുന്നൊരു ജനമുണ്ടോ? അതേസമയം ഇത്രയും കരുത്തനായിട്ടുള്ള വേറൊരു ജനതയില്ല. ഇത്രയും കരുത്തനായിട്ട് ഇത്രയും ബുദ്ധിമാന്മാരായ മനുഷ്യർ യഹൂദരെ പോലെ ബുദ്ധിമാന്മാരില്ല, ജ്ഞാനികളില്ല, ശാസ്ത്രജ്ഞന്മാരില്ല. എല്ലാ മേഖലകളിലും ദൈവമക്കളെ യഹൂദരെ പോലെ ശക്തരില്ല. പക്ഷെ എന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ കരുത്ത് എന്നും പഴയ നിയമഗ്രന്ഥങ്ങളായിരുന്നു, മോശയുടെ പുസ്തകങ്ങളായിരുന്നു, അവർക്ക് പഞ്ചഗ്രന്ഥിയായിരുന്നു, അവർക്ക് പ്രവാചകന്മാരായിരുന്നു, അവർക്കെന്നും കരുത്ത് പകർന്നത്. നമ്മളിന്ന് മക്കബായരുടെ 2-ാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക. മക്കബായരുടെ 2-ാം പുസ്തകത്തിലെ ആദ്യ അധ്യായം ദേവാലയ പ്രതിഷ്ഠയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. ഇതാ ജനം സഹിക്കുമ്പോൾ ഇസ്രായേലിൽ നിന്ന്, യെരൂശലേമിൽ നിന്നും, യൂദയ ദേശത്തു നിന്നും യഹൂദ സഹോദരന്മാർ ഈജിപ്തിലെ സഹോദരങ്ങൾക്ക് എഴുതുക, ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയും ചെയ്തു. ഒറ്റ ഗ്യാരണ്ടിയായത്. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ബലമിത കാൽവരിയിലെ കുരിശ്, കാൽവരിയിലെ ബലി. ഇത് നമ്മുടെ ഗ്യാരണ്ടിയാണ് മക്കളെ. ഏത് യുദ്ധം ജയിക്കാനുമുള്ള നമ്മുടെ കൊടിയാണ്, നമ്മുടെ ആയുധമാണ് വിശുദ്ധ കുരിശ്. അവിടെ നിന്റെ വിജയം ഗ്യാരണ്ടി ചെയ്തിരിക്കുക. ഇസ്രായേൽ മക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി. പുതിയ നിയമത്തിലെ മക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉടമ്പടി ഇതാണെന്ന് മറന്നു കളയല്ല. വേദനയുടെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും തകർച്ചയുടെ നിമിഷത്തിൽ നീ ഈ കുരിശിനെ മുറുക്കെ പിടിച്ചാൽ നീ അറിയും നിന്റെ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം പകരുന്നത് ദൈവം തൻ്റെ ഉടമ്പടി ഓർമ്മിക്കുന്നത്. തിരുവചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുകയാണ്, അവർ പ്രാർത്ഥിക്കുക, ഇതാ സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാക്കന്മാർ ചെയ്തതുപോലെ ദൈവഹിതം നിറവേ. ദൈവങ്ങൾ ഒരു അനുഗ്രഹത്തിൻ്റെ ചാല ഇത്. പിതാക്കന്മാർ അനുഗ്രഹിച്ചതുപോലെ നാമും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പിതാക്കന്മാർ നടന്ന വഴികളിലൂടെ നാമും നടക്കണം. ഈശോയുടെ കുരിശിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ കുരിശ് കൊണ്ട് വിജയം നേടിയ വിശുദ്ധരുടെ വഴികളിൽ നമ്മളും നിൽക്കണമെന്ന്. അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളെ പ്രാർത്ഥന ശ്രവിക്കട്ടെ, നിങ്ങളോട് രഞ്ജിപ്പിലാവട്ടെ, കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈവടിയാതിരിക്കട്ടെ. നോക്കിയ ദൈവമക്കളെ, ആശംസകളെല്ലാം പോകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഇതാ നമ്മുടെ പാരമ്പര്യം അതാ, സഭയുടെ പാരമ്പര്യം അതാ. 2000 വർഷങ്ങൾ കഴിഞ്ഞ് വിശ്വാസികൾ നിൽക്കുമ്പോൾ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിൽ തന്നെയാണ് സഭ വളർന്നു വന്നിട്ടുള്ളത്. ദൈവമക്കളെ, പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും എതിർപ്പുകളും ഉയരുമ്പോൾ തളർന്നു പോകരുത്. ഇതിലും വലിയ പ്രതിഷേധങ്ങളിലും പ്രതിരോധങ്ങളിലും മതപീഡനങ്ങളിലൂടെയും ബലപ്പെട്ട സഭയാണ് ഇന്നും. 2000 ആണ്ടുകൾക്ക് ശേഷവും ഏത് കാറ്റും കോളും ഉണ്ടായിട്ടും എത്ര ശക്തികളും എത്ര സിദ്ധാന്തങ്ങളും അടിച്ചമർത്താൻ നോക്കിയിട്ടും തകരാതെ നിന്നത്. ദൈവമക്കളെ, അത് സ്ട്രക്ചറൽ ചർച്ച്. ഞാനൊരു ആത്മീയ ജീവിതത്തെ പറ്റി നിങ്ങളോട് പറയട്ടെ. നിന്റെ ആത്മീയ ജീവിതത്തെ എന്തു തന്നെ സംഭവിച്ചോട്ടെ, എന്തു തന്നെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഇഫ് യു ആർ ഫൗണ്ടഡ് ഓൺ ദ ക്രൈസ്റ്റ്, the rock is Christ, കർത്താവാകുന്ന പാറമേലാണ് നീ നിന്റെ ഭവനം പണിതിരിക്കുന്നതെങ്കിൽ, നീ നിന്റെ വിശ്വാസം പണിതിരിക്കുന്നതെങ്കിൽ ഒന്നിനും നിന്നെ തകർക്കാൻ പറ്റില്ല. വീണ്ടും ഇതാ ആ പിതാക്കന്മാർ എഴുതുന്ന ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ആത്മീയ രഹസ്യമായത് മക്കളെ. നീ ദേവാലയത്തിലെത്തുമ്പോൾ ആദ്യം നിന്റെ കാര്യം പറഞ്ഞല്ല തുടങ്ങേണ്ടത്.
നീ നിന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണം. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഭരണാധികാരികൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക്, സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ച്. നീ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ ഒരു ദൈവാനുഭവമായിട്ട് കടന്നു വന്നേ. അപ്പം നിനക്ക് ഈ ദൈവാനുഭവമായിട്ട് മടങ്ങിപ്പോകാനായിട്ട് പറ്റും. നീ ലോകം മുഴുവനിലേക്കും പടരുന്നൊരു പ്രാർത്ഥനയായിട്ട് നീ മാറുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ചാലുകീറുന്നൊരു അനുഭവം ഉണ്ടാവും. ഇതാ ദിമിത്രിയോസിന്റെ കാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു. അക്കാലത്ത് വീണ്ടും പീഡനങ്ങൾ ഞങ്ങൾക്കുമുണ്ടായി. ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് കേൾക്കുകയും ചെയ്തു. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഇതേ ദുരിതങ്ങളിലൂടെ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ കുറച്ച് മനുഷ്യരുണ്ടെന്ന്. ഞങ്ങൾ ഇതുപോലെ കടന്നുപോയപ്പോൾ, ഇതുപോലെ ദുഃഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ധാന്യബലികളും അർപ്പിച്ചു. ദീപം തെളിയിക്കുകയും കാഴ്ചയപ്പം ഒരുക്കി വയ്ക്കുകയും ചെയ്തു. 188 വർഷം കിസ്ലേവ് മാസത്തിലെ കൂടാര തിരുനാൾ ആഘോഷിക്കുവാൻ നിങ്ങൾ മറന്നു കളയരുത്. ദൈവമക്കളെ, ദൈവസന്നിധി നിരന്തരം കൂപ്പുകയുമായി നിൽക്കുന്ന, ദൈവത്തെ നിരന്തരം ആരാധിക്കുന്ന, ദൈവത്തിന് നിരന്തരം ജീവിതം സമർപ്പിക്കുന്ന ജീവിതങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ലെന്ന്. ദൈവമക്കളെ, പഴയ നിയമത്തിൽ അബ്രഹാത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് കാൽവരി കുരിശിലെ ഈ ഉടമ്പടി. ദൈവ പൈതലേ, ഇത് നിനക്ക് രക്ഷയുടെ അടയാളമാണ്. ഇത് നിനക്ക് മരണത്തിൽ നിന്നുള്ള ജീവനാണ്. ഇത് പരാജയത്തിൽ നിന്നുള്ള വിജയമാണ്. ഇത് മരണത്തിൽ നിന്നുള്ള ജീവനാണ്. ഈ നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നിൽക്കുന്ന ദൈവ പൈതലാണെങ്കിലും, ഏത് സങ്കടത്തിലൂടെ, ഏത് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലാണെങ്കിലും, ഈ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് വന്ന് നിറയട്ടെ. ഓർക്കുക, നിനക്ക് മുമ്പേ കടന്നുപോയവർ ഇതിലും വലിയ ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും പിടിച്ചു നിന്നവരാണ്. ഇതിലും വലിയ യുദ്ധം ചെയ്തവരാണ് നിന്റെ പൂർവ്വപിതാക്കന്മാർ. അവരാ യുദ്ധം ജയിച്ചെങ്കിൽ നീ ചെയ്യുന്ന യുദ്ധത്തിലും ദൈവം നിനക്ക് വേണ്ടി ഇടപെടുകയും നീ യുദ്ധം ജയിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ദുരന്തങ്ങളിലും പരാജയങ്ങളിലും തകർച്ചകളിലും പ്രിയപ്പെട്ടവരുടെ മരണത്തിലും കുടുംബ തകർച്ചകളിലും പ്രതിസന്ധികളിലും ഒക്കെ ആയിരിക്കുന്ന മക്കള്, കർത്താവെ, വിജയത്തിന്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ വിശുദ്ധ കുരിശ് ഉയർത്തി ഈ മക്കളെ ആശീർവദിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ കരം ഈ മക്കളുടെ മേലുണ്ടാവട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹം മുടങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദേശത്ത് ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരീക്ഷകളിൽ പരാജയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടക്കണികളിലായിരിക്കുന്നവര്, ദുരിതങ്ങളിലും തന്നെ ആയിരിക്കുന്നവര്, മാരക രോഗങ്ങളും മാറാരോഗങ്ങളും ഉള്ളവര്, ഓ കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ അടയാളമായ ഈ വിശുദ്ധ കുരിശിനാൽ, തിരുരക്തം കൊണ്ട് വിശുദ്ധ കുരിശിനെ മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ,